കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും കാറിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം. ഗ്യാപ് റോഡിന് സമീപത്ത് വെച്ച് കാറിന്റെ ഡോറിലിരുന്നായിരുന്നു യുവാക്കളുടെ യാത്ര. പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ളതാണ് വാഹനം. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരുന്നു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങളുണ്ടായത്. വീണ്ടും ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ആവർത്തിക്കുകയാണ്. ബന്ധപ്പെട്ടവരുടെ കൃത്യമായ പരിശോധന നടപടികൾ ഇല്ലാത്തതിനെയാണോ ഇതിലേക്ക് നയിക്കുന്നത്? അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണോ ശക്തമാകുന്നതും? കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയപ്പോൾ തന്നെ കർശനമായ നിർദ്ദേശം ഈ മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കരുത്, അത്തരത്തിൽ ഈ അത് ശിക്ഷാർഹമാണ് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ നടപടി എടുത്തതിന് ശേഷവുമാണ് ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പത്തനംതിട്ട രജിസ്ട്രേഷനുള്ള ഒരു വാഹനത്തിലിരുന്നാണ് ഇത്തരത്തിൽ യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സാഹസിക യാത്ര നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ തൊട്ട് പുറകിൽ വന്ന വാഹനത്തിലുള്ള ആളുകൾ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ഈ മുമ്പിൽ പോകുന്ന ആ വാഹനത്തിൽ ഇരുന്ന് ഡോറിലേക്ക് കയറിയിരുന്ന ശേഷം ഈ ഒരു ദൃശ്യങ്ങൾ ഒരു യുവാവ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുന്നത് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകും. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് നിലവിൽ നടപടികൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയ ആൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് അയാളുടെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. സമാനമായ നടപടികൾ ഇവർക്കെതിരെയും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഈ വാഹനം ഓടിച്ചതാര അല്ലെങ്കിൽ വാഹനം എവിടെ നിന്ന് വന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചു വരികയാണ്. വീണ്ടും അഭ്യാസ പ്രകടനം. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.